ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിഷുക്കണി ഒരുക്കിയിരിക്കുകയാണ്. സാധാരണ മേടമാസം 1-ാം തീയതിയോ 2-ാം തീയതിയോ, ഇംഗ്ലീഷ് മാസം നോക്കുകയാണെങ്കിൽ 14-ഓ 15-ഓ ഏപ്രിൽ, അതിലാണ് വിഷു ആഘോഷിക്കുന്നത്. എല്ലാ ആഘോഷങ്ങൾക്കും പിന്നിലെന്ന പോലെ വിഷുവിന് പിന്നിലും കൃത്യമായിട്ടുള്ള ഒരു പുരാണമുണ്ട്. സൂര്യൻ കൃത്യമായിട്ട് കിഴക്കുദിക്കുന്ന ദിവസമാണ് വിഷുവായിട്ട് ആഘോഷിക്കുന്നത്. 2 ഐതിഹ്യമുണ്ട്. ഒന്ന്, ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച ദിവസം വിഷുവായിട്ട് ആഘോഷിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ പോപ്പുലറായിട്ട് അറിയപ്പെടുന്ന കഥ മറ്റൊന്നാണ്. രാക്ഷസ രാജാവായ രാവണന് തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് സൂര്യരശ്മി പതിക്കുന്നത് തീരെ ഇഷ്ടമായിട്ടില്ല. അദ്ദേഹം സൂര്യനെ വിലക്കി. രാമ-രാവണ യുദ്ധത്തിന് ശേഷം രാവണൻ കൊല്ലപ്പെട്ടതിൻ്റെ അന്ന് മുതൽ കൃത്യമായിട്ട് സൂര്യൻ കിഴക്കുദിക്കാൻ തുടങ്ങി. ആ ഒരു ദിവസം കണക്കാക്കിയിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. കേരളത്തിൽ ഒരു നടീൽ ഉത്സവം എന്നുകൂടി പറയാം. അതായത് വിത്തുകളൊക്കെ നടാൻ ഏറ്റവും കൃത്യമായിട്ട് പാകമായിട്ടുള്ള ദിവസമാണ് വിഷു. സാധാരണ വിഷുക്കണിക്ക് നമ്മൾ കണി വെക്കുന്നതിൻ്റെ കൂടെ വിത്തുകൾ വെക്കാറുണ്ട്. ആ വിത്തുകൾ തന്നെ വിഷുക്കണി കണ്ടതിന് ശേഷം നടുക എന്നൊരു ആചാരം കൂടെ നിലവിലുണ്ട്. ഓണം വിളവെടുപ്പ് ഉത്സവമാണെങ്കിൽ വിഷു നടീൽ ഉത്സവമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇതാണ് വിഷുവിനെ കുറിച്ച് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ. കേരളത്തിലാണ് സാധാരണയായിട്ട് വിഷു ആഘോഷിക്കാറ്. കേരളത്തിൻ്റെ പരിസര ജില്ലകളിലും വിഷു ആഘോഷിക്കാറുണ്ട്. ഇന്ത്യയിൽ ഒട്ടാകെ വിത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഉത്സവങ്ങളുണ്ട്, അല്ലെങ്കിൽ ആഘോഷങ്ങളുണ്ട്. അത് പല പേരിലാണ് അറിയപ്പെടുന്നതെന്ന് മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം വിഷുവിനെ കുറിച്ചുള്ള പുരാണങ്ങൾ. ഇനി നമ്മൾ ഒരു കാര്യം കൂടിയുണ്ട്. വിഷുവിൻ്റെ തലേ ദിവസം തന്നെ നമ്മളുടെ വീടും പരിസരവും മൊത്തമായിട്ട് അടിച്ചുവാരി വൃത്തിയാക്കിയതിന് ശേഷം രാത്രി തന്നെ പടക്കവും പൂത്തിരി കമ്പിത്തിരി എല്ലാം കത്തിച്ച് ചേട്ട ഭഗവതിയെ ഒഴിവാക്കി വിടും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഐശ്വര്യമില്ലായ്മയെ ഒഴിവാക്കി വിട്ട് രാവിലെ വീട്ടിലെ മുതിർന്ന സ്ത്രീകളാണ് വിഷുക്കണി തലേ ദിവസം ഒരുക്കി വെക്കും. ഇതാണ് വിഷുക്കണിയുടെ മൊത്തത്തിലുള്ള ചിട്ടവട്ടങ്ങൾ. ഞാൻ ഓരോന്നായിട്ട് പറയാം. തലേ ദിവസം ഒരുക്കി വെച്ചതിന് ശേഷം രാവിലെ അവർ കണ്ണ് തുറക്കാതെ വന്ന് വിളക്ക് കത്തിച്ച് ശ്രീകൃഷ്ണനെ കണ്ടതിന് ശേഷം വീട്ടിലുള്ള ഓരോ അംഗങ്ങളെയും വിളിച്ചുകൊണ്ട് വന്ന് കണ്ണ് പൊത്തി വിളിച്ചുകൊണ്ട് വന്ന് കൃഷ്ണനെ കാണുകയും വീട്ടിലുള്ള മുതിർന്ന പുരുഷന്മാർ എല്ലാവർക്കും വിഷുക്കണി നൽകുകയും ചെയ്യുക. ഇതാണ് ഒരു നോർമൽ സിസ്റ്റം. ഇനി നമുക്ക് സാധാരണയായി വിഷുക്കണി ഒരുക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നോക്കാം. പ്രാദേശികമായി ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു വെക്കാം. അപ്പം ആദ്യമായിട്ട് നമ്മൾ ശ്രീകൃഷ്ണനെയാണ് വെക്കാറ്. സാധാരണയായിട്ട് ശ്രീകൃഷ്ണൻ്റെ ഈ പ്രതിമയുള്ളവർ അത് വെക്കും. ഇനി അതില്ലാത്തവർ ശ്രീകൃഷ്ണൻ്റെ ചിത്രം വെച്ചാലും മതി. അതിനുശേഷം നമ്മൾ ശ്രീകൃഷ്ണനെ അണിയിച്ചൊടുക്കും. മുല്ലമാലയോ അല്ലെങ്കിൽ ഇത് അരളി തുളസിയും കൂടിയുള്ള മാലയോ ആണ് നമ്മൾ സാധാരണയായിട്ട് അണിയിക്കാറ്. അതിനുശേഷം ചന്ദനം കളഭം കൃഷ്ണനെ അണിയിക്കും. ആഭരണങ്ങൾ അണിയിക്കാറുണ്ട്. പക്ഷേ ഈ കൃഷ്ണ വിഗ്രഹത്തിൽ അത്യാവശ്യം ആഭരണങ്ങൾ ഉള്ളതുകൊണ്ട് അതിന് മുതിർന്നില്ല. പിന്നെ നമ്മൾ ഉരുളി വെക്കും. വെള്ളോട്ട് ഉരുളിയാണ് സാധാരണ വെക്കാറ്. ഉരുളിയിൽ നമ്മൾ പുഴുക്കലരി നിറച്ച് വെക്കും. അതിനുശേഷം നമ്മളൊരു നാഴിയിൽ നെല്ല് വെക്കും. ഓക്കെ, നെല്ല് അവൈലബിൾ അല്ലാത്തവർ അതിൻ്റെ അകത്ത് പച്ചരിയോ മറ്റെന്തെങ്കിലും അരി വെക്കുക. അതിനുശേഷം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും. കോമൺ ആയിട്ട് വെക്കുന്ന സാധനങ്ങൾ ചക്കയാണ് വെക്കുക. ചക്ക, മാങ്ങ, കണിവെള്ളരി, കദളിപ്പഴം, ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും വെക്കും. അതായത് മാങ്ങ സുബ്രഹ്മണ്യൻ്റെ ഇഷ്ടവിഭവം, ചക്ക ഗണപതിക്ക്, നമ്മുടെ കദളിപ്പഴം ശ്രീകൃഷ്ണൻ്റെ ഇഷ്ടവിഭവം. അങ്ങനെയാണ് ഓരോന്നിനും ഓരോ ആചാരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ കൃത്യമായിട്ട്. പിന്നെ പഴങ്ങൾ, കണിവെള്ളരി നിർബന്ധമായിട്ടും വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയും അത്യാവശ്യം നമുക്കുള്ള പഴങ്ങളും വെക്കാറുണ്ട്. വിത്ത് വെക്കാം. 2 തേങ്ങ മുറി വെക്കും. തേങ്ങ ഉടച്ച് 2 മുറിയായിട്ട് വെക്കും. ഒന്നെങ്കിൽ ഈ തേങ്ങയിൽ നമ്മൾ നാണയം ഇട്ട് വെക്കും, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് കത്തിക്കണമെങ്കിൽ കത്തിക്കാം, അതൊരു ഭാഗത്ത് വെക്കും. അതിനുശേഷം നമ്മൾ വാൽക്കണ്ണാടി വെക്കാം. വാൽക്കണ്ണാടി ശരിക്കും 6 മുള വാൽക്കണ്ണാടിയാണ് വെക്കുക. പക്ഷേ 6 മുള വാൽക്കണ്ണാടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഉള്ളൊരു വാൽക്കണ്ണാടിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ വെച്ചിട്ടുള്ളത് ഒരു താലത്തിൽ അല്ലെങ്കിൽ ചെറിയൊരു ഉരുളിയിൽ കോടി വെക്കും. പുത്തൻ ഡ്രസ്സ് വെക്കും. കോടിയുടെ മുകളിൽ സ്വർണം വെക്കും, വെള്ളി വെക്കും, വെറ്റില വെക്കും, അടയ്ക്ക വെക്കും, നാണയങ്ങൾ വെക്കും. ഇത്രയും സാധനങ്ങളാണ് കോടിയുടെ മുകളിൽ വെക്കാറ്. പിന്നെ താലത്തിൽ നമ്മൾ ഗ്രന്ഥക്കെട്ടാണ് വെക്കാറ്. പക്ഷെ നമുക്കിപ്പോൾ ഗ്രന്ഥക്കെട്ടൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ദേവി മഹാത്മ്യം വെക്കാം, രാമായണം, മഹാഭാരതം, അങ്ങനെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് വെക്കാവുന്നതാണ്.
പിന്നെ നമ്മുടെ കിണ്ടിയിൽ വെള്ളം വെക്കും. കാരണം രാവിലെ കണി കാണുമ്പോൾ ആ വെള്ളം കണ്ണിൽ തൊട്ട്, കണി കണ്ടതിന് ശേഷം വെള്ളം കണ്ണിൽ തൊട്ട് ഐശ്വര്യമായി തുടങ്ങുക എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കിണ്ടിയുടെ ആ വാലുണ്ടല്ലോ, വെള്ളം ഒഴിക്കുന്ന ഭാഗം ഒരിക്കലും തെക്കോട്ട് വെക്കാൻ പാടില്ല. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുള്ളിൽ വെളുത്ത പുഷ്പങ്ങളാണ് വെക്കുക. എന്താണോ നമ്മുടെ വെളുത്ത പുഷ്പങ്ങൾ അവൈലബിലിറ്റി, അതിനനുസരിച്ച് വെളുത്ത പുഷ്പങ്ങൾ വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് കർപ്പൂരം, ഇങ്ങനത്തെ കർപ്പൂരം ഇപ്പോൾ അധികം അവൈലബിൾ അല്ല അല്ലേ. അപ്പോൾ അതിൽ കർപ്പൂരം വെക്കാം. വിഗ്രഹത്തിനെ പൂജിക്കാനായിട്ടുള്ള രീതിയിൽ ഒരു ചെറിയ മണി വെക്കാം. പിന്നെ ഒരു തട്ടത്തിൽ നമുക്ക് ചന്ദനത്തിരി വെക്കാം, കൺമഷി വെക്കാം, സിന്ദൂരം വെക്കാം. കാരണം സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ വീട്ടിലുണ്ടാവുമല്ലോ, ഇത്രയും വെക്കാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ വിളക്ക് വെച്ചു. പക്ഷെ രാവിലെ കണി കാണുമ്പോഴാണ് വിളക്ക് കത്തിക്കേണ്ടത്. 2 രീതിയിൽ ചെയ്യാം. തലേ ദിവസം അതിൻ്റെ അകത്ത് തിരിയിട്ട്, എല്ലാ തിരിയില്ല, അതിൻ്റെ ഒരു കണക്കുണ്ട്, 1, 3, 7 എന്നുള്ള കണക്കുണ്ട്. 1 അല്ലെങ്കിൽ 3 തിരിയിട്ട് കത്തിച്ച് വെച്ച് രാവിലെ ബാക്കിയുള്ള തിരികൾ കത്തിച്ചിട്ടാണ് കണി കാണാം. ഇനി അതിലൊരു പ്രശ്നമുണ്ട്, ഈ വിളക്ക് മറിഞ്ഞ് മൊത്തം തീ പിടിക്കാതിരിക്കാനുള്ളതും മറിഞ്ഞു വീണ് മൊത്തത്തിൽ അപകടമാവാതിരിക്കാനുമുള്ള ഒരു മുൻകരുതൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുക്കണം. അതിന് പറ്റില്ലെങ്കിൽ തിരിയിട്ട് വെച്ചിട്ട് രാവിലെ കണി കാണുന്നതിന് മുമ്പ് കത്തിച്ചാലും മതി. പിന്നെ കൊന്നപ്പൂക്കൾ തീർച്ചയായിട്ടും വിഷുക്കണിയുടെ ഭാഗമാണ്. ഉറപ്പായിട്ടും കൊന്നപ്പൂക്കൾ വേണം. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ കൊന്നപ്പൂ ഉള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ കൃഷ്ണനെ വളരെ നന്നായിട്ട് കൊന്നപ്പൂവും ചുറ്റുപാടും ഒക്കെ അലങ്കരിച്ചിട്ടുണ്ട്. നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് കൊന്നപ്പൂക്കൾ വെക്കാം. അപ്പോൾ ഇത്രയാണ് മൊത്തത്തിൽ കാര്യങ്ങൾ. മയിൽപ്പീലി, നമ്മുടെ കൃഷ്ണൻ്റെ സ്വന്തം മയിൽപ്പീലി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൃഷ്ണ വിഗ്രഹത്തിൽ നമുക്കത് ചാർത്താം. അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഓടക്കുഴലിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലായി പച്ചക്കറികളും പഴങ്ങളും ഇതിൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ. കൊന്നപ്പൂവൊക്കെ നമുക്ക് തീർച്ചയായിട്ടും കണിക്കൊന്നയാണ് അല്ലേ. കണിക്കൊന്ന ഈ ഒരു സമയത്ത് നമ്മുടെ പ്രകൃതിയെ മൊത്തം മനോഹരിയാക്കിക്കൊണ്ട് എവിടെ നോക്കിയാലും ഇലയില്ലാതെ നിൽക്കുന്ന രീതിയിൽ ഈ മഞ്ഞ സ്വർണ്ണവർണ്ണത്തിലുള്ള നമ്മുടെ ഈ കണിക്കൊന്ന പൂക്കൾ നമുക്ക് കാണാം. തീർച്ചയായിട്ടും ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്, ഒരു പൂവാണ്. പക്ഷെ ഇത് ഇത്രയൊന്നും കിട്ടിയില്ലെങ്കിലും നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് കൃഷ്ണനെയും നമ്മുടെ ഈ കണിയെയും മനോഹരമാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് മാത്രം പോലെ നമ്മുടെ വീടും പരിസരവും നമ്മളെയും നമ്മുടെ മനസ്സും ശുദ്ധമാക്കിയതിന് ശേഷം, വൃത്തിയാക്കിയതിന് ശേഷം പുതിയൊരു തുടക്കമാണ്. ഏറ്റവും നന്മയിലും ഒരു കൃഷി സംസ്കാരത്തിലേക്കുള്ള ഒരു തുടക്കം തന്നെയാണ് തീർച്ചയായിട്ടും വിഷു. അപ്പോൾ എല്ലാവരും ഈ ഒരു വിഷുവിന് അവനവന് പറ്റുന്ന രീതിയിൽ നമ്മളുടെ വീട്ടിൽ ഈ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഈ വിഷുക്കണി ഒരുക്കുക. ഐശ്വര്യത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വിഷുക്കണി കാണുക. വീട്ടിലെ ഗൃഹനാഥൻ്റെ കയ്യിൽ നിന്നും എന്താണോ വിഷുക്കണി കിട്ടുന്നത്, നാണയമാവാം, സ്വർണ്ണ നാണയമാവാം, ആഭരണമാവാം, ഇനിയിപ്പോൾ ചിലപ്പോൾ അവരുടെ സ്നേഹം തന്നെയാവാം, സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുക. കിട്ടുന്ന കൈനീട്ടം അടുത്ത വിഷു വരെ സൂക്ഷിച്ച് വയ്ക്കണം. കാരണം ഐശ്വര്യമാണത് അല്ലേ. മനസ്സിൽ നന്മ സൂക്ഷിക്കുക. എല്ലാവരും കൂടെ എന്താണ് നമ്മുടെ കയ്യിലുള്ള വിത്ത്, ഒരു 4-5 വിത്തെങ്കിലും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കൊണ്ട് നട്ട് വെക്കുക. രാവിലെ വിഷുക്കട്ടയും വിഷുക്കഞ്ഞിയും കുടിച്ച് ഉച്ചയ്ക്ക് സദ്യ ഉണ്ടതിന് ശേഷം സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വിഷു ആശംസകൾ നേർന്നുകൊണ്ട്